നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം മമ്മൂട്ടിയുടെ പുതിയ പടം ബഫൂക്കയുടെ ടീസർ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. റിലീഫിന് നാളെയാണ് റിലീഫ്. ഹൈപ്പ് പോരാ എന്ന് തോന്നിയത് കൊണ്ടാകാം ഇപ്പോൾ ടീസർ പുറത്തു വിട്ടത്. അടിപൊളി ഷൂട്ടുകളിൽ കൊണ്ട് നിറഞ്ഞ ടീസർ തന്നെയാണ്. നമുക്ക് ആകാംക്ഷ ഉയർത്തുന്ന പല രംഗങ്ങളും ഇതിനകത്ത് കാണുന്നുണ്ട്. ആരൊക്കെ ഏതൊക്കെയാണെന്ന് പോലും അറിയാൻ വയ്യാത്തൊരവസ്ഥ. എന്താണ് കഥയെന്ന് പോലും മനസ്സിലാകാതെ പലപ്പോഴും ടീസറും എനിക്ക് തോന്നുന്നു ഇത് ട്രെയിലർ ഇറങ്ങിയതിനേക്കാട്ടിലും അടിപൊളിയായിട്ട് ഈ ടീസർ വന്നിട്ടുണ്ട്. ടീസർ അല്പം മുമ്പ് ഇറക്കി വിട്ടിരുന്നെങ്കിൽ അല്പം കൂടെ ഹൈപ്പ് നേടാൻ പറ്റിയേനേയും തോന്നുന്നു. അതുപോലെ തന്നെ മമ്മൂട്ടിയോട് ചോദിക്കുന്നത് നിങ്ങൾ ആരാ എന്ന് ചോദിക്കുന്ന ചോദ്യം ഇതിനകത്തുണ്ട്. ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഈ ടീസർ പുറത്തു വിട്ടത് നമ്മുടെ പ്രിയപ്പെട്ട ലാലേട്ടനാണ്. അപ്പോൾ ആ ടീസർ പുറത്തു വിട്ടുകൊണ്ട് ലാലേട്ടൻ പറഞ്ഞത് ബെസ്റ്റ് വിഷസ് ഇച്ചക്ക എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഇതിട്ടേക്കുന്നത്. അപ്പം വളരെയധികം സന്തോഷം. എമ്പുരാനുമായിട്ട് ബന്ധപ്പെട്ട് മമ്മൂട്ടിയും ഇതുപോലെ ആശംസകൾ നേരുന്നുകൊണ്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. 2 സൂപ്പർ സ്റ്റാർ, മലയാളത്തിലെ 2 സൂപ്പർ സ്റ്റാറുകൾ അവർക്ക് മാത്രം അവകാശപ്പെട്ടതാണെന്ന് എനിക്ക് തോന്നുന്നു. മറ്റ് സിനിമയിലെ അണിയറ പ്രവർത്തകരൊക്കെ ഇങ്ങനെ ചെയ്യും. സൂപ്പർ സ്റ്റാറുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആശംസകൾ നേരുന്നുകൊണ്ട് ഇടുന്നതൊക്കെ അപൂർവമായ കാഴ്ചകളാണ്. പക്ഷെ മലയാളത്തിലെ 2 സൂപ്പർ സ്റ്റാറുകൾ നമുക്കൊരു മാതൃക സൃഷ്ടിക്കുന്നതായിട്ടാണ് തോന്നുന്നത്. അപ്പം ആരാധകർ തമ്മിൽ അടിച്ചോളൂ ഇല്ലേ, എന്നാലും ഞങ്ങൾ 2 ഒന്നാണ് എന്ന് തെളിയിക്കുന്നതും കൂടെയാണിത്. ഏതായാലും മമ്മൂട്ടിയുടെ ബഫൂക്ക് എല്ലാവിധ ആശംസകളും നമ്മൾ നേരത്തെ തന്നെ നേർന്നു, ഇപ്പോൾ ഒന്നും കൂടെ നേർന്നേക്കട്ടെ. അതുപോലെ ഡയലോഗുകൾ നിറഞ്ഞ ഒരു ടീസർ തന്നെയാണ് പുറത്തു വിട്ടേക്കുന്നത്. അതിനകത്തെ ഒരു ഡയലോഗ് എന്നെ വല്ലാതെ ആകർഷിച്ചു. സാധാരണ പ്രയോഗിക്കുന്ന ഡയലോഗ്, പക്ഷെ അതിനകത്ത് ഒരു ചെറിയൊരു സ്പാർക്ക് ഉണ്ടായി എന്നുള്ളതാണ്. നിങ്ങളുടെ മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളുടെ മുമ്പിൽ ശത്രുക്കളെ കണ്ടാൽ ഒരു കാര്യം ഉറപ്പിക്കാം, നിങ്ങളുടെ വഴിയും ദിശയും കൃത്യമായിരിക്കും. ആ ഡയലോഗ് പൊളിച്ചിട്ടുണ്ട്. ആക്ഷൻ രംഗങ്ങളും ഡയലോഗുകളും കൊണ്ട് സമ്പൽ സമൃദ്ധമായൊരു ടീസർ തന്നെയാണ് പുറത്തുവിട്ടിരിക്കുന്നത്. ഇത് ഈ ചിത്രത്തിന് ഹൈപ്പ് കൂട്ടും എന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കാം. പക്ഷേ ബുക്ക് മൈ ഷോയിലൊന്നും വലിയ ഹൈപ്പ് ഉള്ളതായിട്ട് തോന്നുന്നില്ല. ഇപ്പോഴും 1400-1500 ടിക്കറ്റിൽ ഉള്ളിൽ തന്നെയാണ് വിൽക്കുന്നത്. അതിനേക്കാൾ ബഹുദൂരം മുമ്പിലാണ് നമ്മുടെ ആലപ്പി ജിംഖാന എന്ന് പറയുന്ന ചിത്രം. 2100ഓളം ടിക്കറ്റുകൾ വിറ്റ് പോകുന്നുണ്ട്. അതുപോലെ തന്നെ ബാഡ് അഗ്ലി അജിത്തിൻ്റെ ചിത്രം 12000 ഒരു സമയത്ത് 17000 ടിക്കറ്റ് വരെ വിറ്റുപോയ ബുക്ക് മൈ ഷോയിൽ ഇപ്പം 12000 ടിക്കറ്റിന് ശരാശരി 12000 ടിക്കറ്റോളം വിറ്റ് പോകുന്നുണ്ട്. അതൊരു വൺ ഹിറ്റിലേക്ക് തന്നെയാണ് ചിത്രം ഇറങ്ങുന്നതിന് മുമ്പ് നീങ്ങുന്നത് എന്ന് നമുക്ക് ഊഹിക്കാം. കാരണം ഇത് കൊണ്ട് എനിക്ക് തോന്നുന്നു 50 കോടി കടക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. അജിത്തിൻ്റെ ചിത്രത്തെ പറ്റിയാണ് പറയുന്നത്. അതും വൻ വിജയമായിട്ട് എല്ലാ ചിത്രങ്ങളും വൻ വിജയമായി മാറട്ടെ എന്ന് തന്നെയാണ് നമ്മൾ ആശംസിക്കാറുള്ളത്. അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട പ്രീസെയിൽ കളക്ഷൻ്റെ കാര്യങ്ങളൊക്കെ രാവിലെ ഞാൻ ഇട്ടിരുന്നു, ഈ ചിത്രങ്ങളുടെ എല്ലാം. അപ്പോൾ എല്ലാ ചിത്രങ്ങളും വിജയിക്കട്ടെ. അപ്പം പുതിയ അപ്ഡേറ്റുമായിട്ടൊക്കെ, ഈ ചിത്രങ്ങളുടെ പുതിയ അപ്ഡേറ്റുമായിട്ടൊക്കെ ഞാൻ വീണ്ടും എത്താം. അതിനിടയിൽ വേറെ ചില കാര്യങ്ങളും കൂടെ പങ്കുവെക്കാം. തുടരും എന്ന് പറയുന്ന ചിത്രം, ലലാ ശോഭന ജോഡി എന്നിരിക്കുന്ന തരുൺമൂർത്തി സംവിധാനം ചെയ്യുന്ന തുടരും എന്ന ചിത്രം 25-ാം തീയതി റിലീസ് ചെയ്യുകയാണ്. അപ്പോൾ എമ്പുരാനുമായിട്ട് ബന്ധപ്പെട്ട ഒരു തരംഗത്തിൽ തന്നെയാണ് ഇപ്പോഴും മലയാള സിനിമ. ഇതിനിടയിൽ പുതിയ ലാലേട്ടൻ്റെ പുതിയൊരു ചിത്രം പുതിയൊരു രൂപത്തിലും ഭാവത്തിലും ഒക്കെ വരുമ്പോൾ ആൾക്കാർ വളരെ പ്രതീക്ഷയോട് തന്നെയാണ് കാത്തിരിക്കുന്നത്. ഞാൻ വളരെ പ്രതീക്ഷയോട് കാത്തിരിക്കുന്ന ഒരു ചിത്രമാണ് തുടരും. കാരണം കുടുംബ പ്രേക്ഷകർ ശോഭന മോഹൻലാൽ ജോഡി അത്രമേൽ ഇഷ്ടപ്പെടുന്നുണ്ട്. ഒരു മാമ്പഴക്കാലം എന്ന ചിത്രത്തിന് ശേഷം അവർ ജോഡിയായിട്ട് എത്തുന്നു. അത് നോക്കിക്കാണേണ്ട ഒരു കാര്യമാണ്. അതുപോലെ വേറെ തുടരുമെന്ന് പറയുന്ന ഒരു ചിത്രത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പുലിമുരുകൻ എന്ന് പറയുന്ന സൂപ്പർ ഹിറ്റ് ചിത്രം എല്ലാ റെക്കോർഡുകളും അന്നേ വരെയുള്ള എല്ലാ റെക്കോർഡുകളും തകർത്തതിന് ശേഷം ഇറങ്ങിയൊരു ചിത്രമായിരുന്നു. മുന്തിരിവള്ളികൾ തളർക്കുമ്പോൾ മീനയും മോഹൻലാലും കൂടെ ഒന്നിച്ച ഒരു കുടുംബ ചിത്രം, അതും സൂപ്പർ ഹിറ്റായിട്ട് മാറി. അപ്പോൾ അതേ ലെവല് തന്നെ അതേ രീതിയിൽ തന്നെ ഒരു കുടുംബ ചിത്രം വീണ്ടും സൂപ്പർ ഹിറ്റ് ആകാനുള്ള സാധ്യതയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. തുടരും ഒരു സൂപ്പർ മെഗാ ഹിറ്റ് തന്നെയായിരിക്കും. കാരണം ഇതിനുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ചിത്രം ഇറങ്ങുന്നതിന് മുമ്പ് ഇതിൻ്റെ മുടക്കിയ കാശ് തിരിച്ചു പിടിച്ചിരിക്കുകയാണ് ഇവർ. കാരണം ഇതിൻ്റെ OTT അവകാശം 20 കോടി രൂപയ്ക്ക് മുകളിൽ വിറ്റുപോയി എന്നുള്ള സന്തോഷകര വാർത്തയും പങ്കുവെക്കുന്നുണ്ട്. ഇന്ത്യയിൽ
നമ്മുടെ തരുൺ മൂർത്തി നിരന്തരമായ ഫോട്ടോകൾ പങ്കുവെക്കുന്നുണ്ട്, ലാലേട്ടനുമായിട്ട് ബന്ധപ്പെട്ട പല സംഗതികളും വിടുന്നു. അപ്പോൾ ഒരു ഫോട്ടോ പങ്കുവെച്ചതിന് ശേഷം തരുൺ മൂർത്തി അതിനകത്ത് താഴെ കൊടുത്തിരുന്ന ക്യാപ്ഷൻ വളരെ മനോഹരമായിരുന്നു. ആ ഒരു ക്യാപ്ഷനാണ് ഇപ്പം സോഷ്യൽ മീഡിയയിൽ തരംഗമാകുന്നത്. എല്ലാവരും വലിയ ആവേശത്തിലാണ് ലാലേട്ട എന്ന് തരുൺ മൂർത്തി പറയുന്നത്. മോനെ ഞാനും എന്ന് ലാലേട്ടൻ്റെ ഒരു കമൻറ്റും കൂടെ ഉണ്ട്. അത് സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിരിക്കുകയാണ്. തുടരും വൻ ഹിറ്റിലേക്ക് നീങ്ങട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. അപ്പോൾ ഇതിനിടയിൽ പൃഥ്വിരാജിൻ്റെ പുതിയ പടം ഇറങ്ങുന്നു. അദ്ദേഹം സംവിധാനം ചെയ്യുന്ന ചിത്രമല്ല, അദ്ദേഹം അഭിനയിക്കുന്ന ചിത്രം. വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്നും നിൻ്റെ മൊയ്തീനും മൈ സ്റ്റോറിക്കും ശേഷം പൃഥ്വിരാജ് പാർവതി കോംബോ ഒന്നിക്കുന്ന ഒരു ചിത്രം കൂടിയാണ് നോബഡി എന്ന് പറയുന്ന ചിത്രം. നോബഡി എന്ന ചിത്രത്തിന് പേരിട്ടിരിക്കുന്നു. അതിൻ്റെ സംവിധായകൻ എന്ന് പറയുന്ന റോഷാഖ് സംവിധാനം ചെയ്ത, മമ്മൂട്ടി ചിത്രം സംവിധാനം ചെയ്ത നിഫാം ബഷീറാണ്. അദ്ദേഹത്തിൽ നിന്ന് ഒരു പുതിയ അനുഭവം നമുക്ക് തരുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. പാർവതി ഒത്തിരി നാളിന് ശേഷമാണ് ഒരു സിനിമയിൽ നമ്മുടെ പൃഥ്വിരാജിനോടൊപ്പം അഭിനയിക്കുന്നത്. അതിനിടയിൽ പല പല കഥകളും ഒക്കെ നമ്മൾ പറഞ്ഞു കേട്ടായിരുന്നു. അപ്പോൾ ആ കഥകളിലൊന്നും സത്യമല്ല. സുപ്രിയ പാർവതിയുമായിട്ട് അഭിനയിക്കാൻ സമ്മതിക്കത്തില്ല എന്നുള്ള കിംവദന്തികൾ പലയിടത്തു നിന്നും നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പം ആ ഗോസിപ്പുകളൊന്നും സത്യമല്ല എന്ന് തെളിയിക്കുന്ന വാർത്തകൾ തന്നെയാണ് പുറത്തു വരുന്നത്. നോബഡി എന്ന് പറയുന്ന ചിത്രത്തിൽ നിർമ്മിക്കുന്നത് പൃഥ്വിരാജിൻ്റെ കമ്പനിയും കൂടെ ചേർന്നാണ് എന്നുള്ള വാർത്തയും വരുന്നുണ്ട്. അപ്പം ഇങ്ങനെയാണ് സിനിമാ വാർത്തകൾ ഭൂരിപക്ഷവും പോകുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള സിനിമാ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും വേണ്ടി നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയ സിനിമാ വാർത്തകളുമായിട്ട് വീണ്ടും ഞാനെത്താം. ഓക്കെ, ബൈ.